ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ട ഒരു വ്യക്തിയെ, ലഗ്യോൻ ബാധിച്ചവനെ, ദൈവം തന്നെ നേരിട്ട് അവനായിരിക്കുന്ന സ്ഥലത്ത് അവൻ തന്റെ ബന്ധനം അഴിക്കുവാൻ യേശുവിനെ കാണുമ്പോൾ തന്നെ അന്ന് വരെ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നവന് ഉടനടി സുബോധം വരികയാണ്. ദൈവത്തെ അങ്ങോട്ട് ചെന്ന് വിളിച്ചവരും ഉണ്ട്. ഇന്ന് ചിലരെ, നിങ്ങളുടെ ബന്ധുക്കളിൽ ചില, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം ചിലരെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. ജാതികളുടെ അനുഭവത്തിലായിരിക്കുന്നവരെ ദൈവം അവരുടെ റൂമിനകത്ത്, സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം അദ്ദേഹത്തിന്റെ റൂമിനകത്ത് ഇറങ്ങി അദ്ദേഹത്തെ തൊടാനിടയായി. ഹല്ലേലൂയ. തനിക്ക് ബോധിച്ചവനെ, തനിക്ക് പ്രിയം ഉള്ളവരെ, തനിക്ക് ഇഷ്ടപ്പെട്ടവരെ, അല്ലെങ്കിൽ താൻ ലോകസ്ഥാപനത്തിന് മുമ്പ് ഒരു പ്ലാനും പദ്ധതിക്ക് വേണ്ടി കണ്ടവരെ ആ കർത്താവിനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും, ബൈബിൾ എടുത്താലും എടുത്തില്ലെങ്കിലും, സുവിശേഷം കേട്ടാലും കേട്ടില്ലെങ്കിലും ചിലരെയൊക്കെ റൂമിനകത്ത് അല്ലെങ്കിൽ അവന്റെ അടുക്കൽ ദൈവം ഇറങ്ങി തിരിക്കാനിടയാകും. ദൈവം ഇറങ്ങി വന്നവരെ വിടുവിക്കാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തെ അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന 33 കോടി ദൈവങ്ങളിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ജനലും എല്ലാ റൂമുകളെല്ലാം അടച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ ആ റൂമിനകത്ത് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന സത്യ ദൈവം ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലഗ്യോൻ ബാധിച്ച് പൈശാചിക ബന്ധനങ്ങളാൽ പിടിക്കപ്പെട്ട്, ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ടിരുന്ന ഞങ്ങൾക്ക് സുബോധം തരുവാൻ ഞങ്ങളെ അന്വേഷിച്ചു വന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്.